Mar Gregorius Memorial Educational Institutions. Here, learning goes beyond books. A+ ആണോ എല്ലാം? A+ കിട്ടാത്തവരുടെ മാനസികാവസ്ഥ എന്താണ്? A+ കിട്ടിയവർ ജീവിതത്തിൽ ശോഭിക്കുന്നുണ്ടോ? അവരാണോ മിടുക്കരായി തീരുന്നത്? ഈ വിഷയം ഇന്ന് വിശദമായി പരിശോധിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പാഠം 4ലേക്ക് സ്വാഗതം. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥി സുനിൽ കുമാർ ആർ, MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറാണ്. അപ്പോൾ എനിക്ക് സുനിൽ സാറിനോട് ചോദിക്കാനുള്ളത്, എല്ലാവർക്കും ഫുൾ A+, ഫുൾ A+, ഫുൾ A+ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നല്ലോ. അപ്പോൾ ഈ സ്കൂളുകളിൽ കുട്ടികൾ തമ്മിൽ ഒരു തരത്തിലുള്ള അൺഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഉള്ള സാറിൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ഈ മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു അൺഹെൽത്തി പ്രശ്നങ്ങൾ സ്കൂളുകളിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ കുട്ടികൾക്ക് ഇന്നത്തെ മാർക്ക് സിസ്റ്റം പറയുകയാണെങ്കിൽ വളരെ ലിബറലായിട്ടുള്ള മാർക്ക് ആണ് ഇപ്പം കുട്ടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തെ സിസ്റ്റം അല്ല ഇപ്പോൾ. ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് A+ ആണ്, അല്ലെങ്കിൽ മിനിമം ഒരു A. ഈ രീതിയിലാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ A+ മാത്രം വാങ്ങിയ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരികയും ബാക്കി കുട്ടികളെ താഴ്ത്തി കെട്ടുന്ന ഒരു പ്രവണത ഉണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ A+ വാങ്ങുന്ന കുട്ടികൾ ഉന്നത പഠനത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അവർ മാർക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ A+ കിട്ടാത്ത കുട്ടികൾ സമൂഹത്തിൻ്റെ പല ഉന്നത മേഖലകളിലും നല്ല ജോലികളിലേക്ക് പ്രവേശിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു മാനദണ്ഡമായി കാണണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഓക്കെ സർ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റുകൾ, ഇപ്പോൾ SSLC 12ാം ക്ലാസ് പരീക്ഷകളിൽ എഴുതുന്ന കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകാമല്ലോ. ഇപ്പോൾ ഒരു സ്കൂൾ എൻവയൺമെന്റിൽ ഓറിയന്റേഷൻ ക്യാമ്പ്സ് ഒക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അതായത് സ്കൂളുകൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ അക്കാഡമിക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അറിയാൻ പറ്റും കുട്ടികളുടെ കാലിബർ എന്താണെന്ന്. അപ്പോൾ ഇതിൽ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികളുണ്ടാവാം, കുറച്ച് വീക്കായിട്ടുള്ള കുട്ടികളുണ്ടാവാം. അപ്പോൾ ഇതിൽ വീക്കായിട്ടുള്ള കുട്ടികളെയും കൂടി നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന സ്കൂളുകളാണ് മിക്കവാറും ഉള്ള സ്കൂളുകളെല്ലാം. അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് മെൻ്റലി ഒരിക്കലും പ്രഷർ കൊടുത്തുകൊണ്ടുള്ള ഒരു സ്റ്റഡിയിങ് ഉണ്ടാവാൻ പാടില്ല. എല്ലാ കുട്ടികളും ഈക്വലാണ് അല്ലെങ്കിൽ തുല്യരാണ് എന്നുള്ള ഒരു സന്ദേശത്തിലൂടെ മാത്രമേ നല്ലൊരു അധ്യാപകന് കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഫുൾ A+ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഫുൾ A+ന്റെ വാലിഡിറ്റി ഇപ്പോഴും ഇൻടാക്റ്റ് ആയിട്ട് തന്നെയാണോ പോകുന്നത്? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു കമ്പാരിസൺ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം കുട്ടികൾക്ക് A+. ഇപ്പോൾ ഏകദേശം എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ തന്നെയാണ് ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ മാർക്ക് വാല്യൂഷൻ വളരെ ലിബറലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് ഇത്രയും കുട്ടികൾക്ക് ഉപരിപഠനത്തിന് പോകുന്നതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് മറ്റു ബോർഡിലെ കുട്ടികളും കൂടി ഇങ്ങനെ ഒരു സ്കൂളിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് അതിനുള്ള ചാൻസ് അവിടെ നഷ്ടപ്പെടുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. Mar Gregorius Memorial Educational Institutions. Here, learning goes beyond books.